എടാ നമ്മുടെ ക്ലാസ്സിലെ പൊരിഞ്ഞടി വേഗം ടീച്ചറെ വിളിച്ചുകൊണ്ടുവാ. വേഗം പോയി ടൂൾസ് എടുത്തുകൊണ്ട് വേണം, ഇന്ന് അമ്മമാരെ തോൽക്കണം. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞാനിവിടെ മഞ്ഞപ്പുറ സ്കൂളിലെ കണക്ക് മാഷ. ഞാനിന്ന് കണക്ക് പീരീഡ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത 2-3 പേരെ ചൂരലിൽ തല്ലിയായിരുന്നു. ഞാനിപ്പോ സ്കൂള് വിട്ട് എന്നെ വണ്ടി എടുക്കാനായിട്ട് വണ്ടിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോ അവന്മാരവിടെ ടൂൾസ് പോയിട്ട് എന്നെ കാത്ത് നിൽക്കാ സാറേ. എന്റെ കൊല്ലു സാറുമാരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്നില്ലെങ്കിൽ അവന്മാർ നിന്റെ തല തല്ലിപ്പൊടിക്കും. ഈ ന്യൂ ജനറേഷൻ പിള്ളേരെ കൊണ്ട് മാഷുമാർക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാറേ. ഇതെന്താ ട്രോഫിയൊക്കെ ആയിട്ട് ഇതെവിടെ നീട്ടി? ഇത്തവണത്തെ യുവ വ്യവസായിക്കുള്ള അവാർഡ് എനിക്കാ. അതായത് അതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? അതെ, സൊസൈറ്റിയിലെ ലോൺ അടയ്ക്കാൻ വേണ്ടി നമ്മുടെ പറമ്പിലുള്ള മുഴുവൻ മരങ്ങൾ നമ്മൾ വെട്ടി വിറ്റില്ലേ, അങ്ങനെ കിട്ടിയതാ. ഈ യേശുദാസും ചിത്രയൊക്കെ എന്ത് സൂപ്പറായിട്ടാ പാടല്ലേ, എന്ത് കഴിവുള്ള ആൾക്കാരാവര്. അതിന് നിങ്ങൾക്ക് പാട്ട് പാടുന്നവരെ ഇത്രയും നാൾ ഇഷ്ടമല്ലായിരുന്നല്ലോ. അത് ഞാനിന്ന് വെറുതെ ഇരുന്നപ്പോഴേ എന്റെ ഫോണിൽ ഞാൻ തന്നെ പാട്ട് പാടി റെക്കോർഡ് ചെയ്തൊന്ന് കേട്ടു നോക്കി. ഇപ്പഴാ അവരോടൊക്കെ ഒരു ബഹുമാനം തോന്നി തുടങ്ങി. ചേട്ടാ, ചേട്ടനെ പറ്റിയൊരു ജോലി വന്നിട്ടുണ്ട് സ്പേസ് ഏജൻസിയില്. സാലറി ഇടുക 4.73 ലക്ഷം രൂപയുണ്ട്. ചേട്ടൻ പോണണ്ടാ? അതെന്ത് ജോലി? വെറുതെ 10 ദിവസം കിടക്കണം. അതാകുമ്പോ ചേട്ടനെ കൊണ്ട് ശരിക്കും ചെയ്യാൻ പറ്റും. അത് കൊള്ളാല, അടിപൊളി ജോലിയാണല്ലോ. വെറുതെ ഉണ്ണുക കിടന്നുറങ്ങുക കൊള്ളാം. എന്നാലേ വേഗം യൂറോപ്യൻ സ്പേസ് ഏജൻസിയിലേക്ക് വിട്ടോ. അവിടെയാ നിങ്ങളെ വെച്ച് പരീക്ഷണം നടത്തുന്നത്. പരീക്ഷണോ? ഞാൻ വല്ല പന്നിയല്ലോ ഒക്കെയാണോ? അതൊക്കെ ആയിരുന്നെങ്കിലേ ഈ വീട്ടിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിപ്പോയനെ. വേഗം വിട്ടോ. ചേട്ടൻ ലുലുമാളിൽ കറങ്ങാൻ പോയിട്ട് വരുമ്പോ ഷൂ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് മേടിച്ചില്ലേ? ഷൂ മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ഷൂ എടുത്തതിന്റെ വില നോക്കി കഴിഞ്ഞപ്പോ എന്റെ 1 മാസത്തെ സാലറി. ആ കാശ് കൊണ്ട് ഷൂ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശക്കുമ്പോ ഷൂ ഒഴുങ്ങി തിന്നാൻ പറ്റൂല. നീ എന്തിനാണ് ഇത് വിഷമിച്ചിരിക്കണേ? എന്റെ എല്ലാ പോസ്റ്റിനും കമന്റും ലൈക്കും തന്ന ഒരു ചേച്ചി ഉണ്ടായി. എന്നാൽ ആ ചേച്ചി എന്നെ അൺഫോളോ ചെയ്തു. അതെന്തിന്? അത് കഴിഞ്ഞ ദിവസം ആ ചേച്ചി പുതിയൊരു മൂക്കുത്തി മേടിച്ചായിരുന്നു. എന്നിട്ട് അത് ഇട്ടോണ്ട് ഒരു പിക്ക് ഇട്ടിരുന്നു. ഞാൻ അതിന്റെ അടിയിൽ പോയി ഒരു കമന്റ് ഇട്ടു, നൈസ് മൂക്കുത്തി. അത് നല്ല കാര്യമല്ലേ, അതിനെതിരെ അൺഫോളോ ചെയ്യണം. ചേച്ചി അൺഫോളോ ചെയ്ത് പോയപ്പോ ഞാൻ ചേച്ചിയുടെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്തായിരുന്നു. ഞാനിട്ട കമന്റ് ഇല്ലേ, നൈസ് മൂക്കുത്തി എന്നല്ലായിരുന്നാ? അതിന് ഒരു അക്ഷരത്തെറ്റുണ്ടായി, നൈസ് മുതുക്കിയെന്നായി പോയി. അടിപൊളി, അപ്പൊ കുഴപ്പമില്ല.